ദൈവത്തിന് സ്തോത്രം. നിങ്ങളെല്ലാവരെയും വളരെ വിനയത്തോടുകൂടി ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ആരാധന കേൾക്കുന്നവരും മറ്റുള്ളവരെ കേൾപ്പിക്കുന്നവരും ഈ ആരാധനയിൽ പങ്കുകൊണ്ട് ആരാധിക്കുന്നവരും അനുഗ്രഹപൂർണരായി തീരുവാൻ സർവശക്തിയുള്ള ദൈവം സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ആരാധനയിൽ എന്തു സംസാരിക്കുന്ന ബഹുമാനമുള്ള ടി.എ. ജെയിൻ അച്ഛനെ ഇത്തരത്തിൽ ഓർക്കുന്നു. ആരാധന എഡിറ്റ് ചെയ്ത് ഈ ആരാധന രീതിയിൽ എത്തിക്കുന്ന മിസ്റ്റർ സോണിയെയും മിസ്സിസ് എലിസബത്തിനെയും പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുന്നു. യഥാസമയം സംഗീതം നൽകി കൊയറിനെ പ്രേരിപ്പിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുവഹിക്കുന്ന ജോസഫ് ടി തോമസിനെയും എല്ലാവരെയും ഓർക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയായ കൃപ നമ്മോടുകൂടെ ഇരിക്കട്ടെ. അതോടൊപ്പം തന്നെ അനുഗ്രഹപ്രദമായ സമാധാനമുള്ള ഒരു ഓണം നിങ്ങൾക്കെല്ലാവർക്കും ദൈവം നൽകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എൻ്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്റെ രഹസ്യങ്ങളൊന്നും മറവല്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നനവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നവനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്ക. നമ്മുടെ ദൈവമായ കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തവനോട് സമതായ നിന്റെ കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഈ കൽപ്പനകളെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വണക്കണമേ. ആമേൻ.
നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ ദൈവം നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നുവെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ എത്രയേ നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്ക് ഞങ്ങൾക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നു എന്നേറ്റ് പറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇരുട്ടത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിന് നാം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി വിട്ടകന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശു ക്രിസ്തുവിനത്തെ ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളെ മനോസാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാൻ തക്ക പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായ ജീവന്റെ പുതുക്കത്തിൽ മേലാൽ നിന്നെ സേവിപ്പാൻ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി ക്രിസ്തുവിൽപ്പെടെ തങ്കലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമൊഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ക്രിസ്തേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാവചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ചവൻ നമ്മെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നമ്മെ നിത്യജീവങ്കിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ, നിനക്ക് സ്തോത്രം. ദൈവവചന ശുശ്രൂഷ കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ, നിങ്ങളോടുകൂടെയും. ഈ വിശുദ്ധ ദിവസത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠഭാഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ
21 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ടുകൊള്ളു. ദ ബുക്ക് ഓഫ് ഡാനിയൽ ചാപ്റ്റർ 1 വേഴ്സസ് 1 to 21. യഹൂദ രാജാവായ യെഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്നു അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ ശിനാർ ദേശത്ത് തൻ്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ആ പാത്രങ്ങളെ അവൻ തൻ്റെ ദേവന്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. അനന്തരം രാജാവ് തൻ്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അബ്ശസ്നാസിനോട്, ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകലജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കാനും കൽപ്പിച്ചു. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധിയിൽ നിൽക്കണം എന്ന് കൽപ്പിച്ചു. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസരിയാവ് എന്നീ യഹൂദപുത്രന്മാർ ഉണ്ടായിരുന്നു. ഷണ്ഡാധിപൻ അവർക്ക് പേരിട്ട് ദാനിയേലിന് അവൻ ബെൽശസ്സർ എന്നും, ഹനന്യാവിന് ശദ്രക് എന്നും, മീശായേലിന് മേശക് എന്നും, അസരിയാവിന് അബേദ്നെഗോ എന്നും പേര് വിളിച്ചു. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ഷണ്ഡാധിപൻ ദാനിയേലിനോട്, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എൻ്റെ യജമാനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലന്മാരുടേതിനോട് ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിന്? അങ്ങനെയായാൽ നിങ്ങൾ രാജസന്നിധിയിൽ എൻ്റെ തലയ്ക്ക് അപകടം വരുത്തും എന്ന് പറഞ്ഞു. ദാനിയേലോ ഷണ്ഡാധിപൻ ദാനിയേലിനും ഹനന്യാവിനും മീശായേലിനും അസരിയാവിനും വിചാരകനായി നിയമിച്ചിരുന്ന മെൽസറിനോട്, അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ചു നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ. അതിനുശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തുനോക്കുക. പിന്നെ കാണുന്നത് പോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. അവൻ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ട് 10 ദിവസം അവരെ പരീക്ഷിച്ചു. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. അങ്ങനെ മെൽസർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടുന്ന വീഞ്ഞും നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല പ്രശ്നങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. അവരെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം തികഞ്ഞപ്പോൾ ഷണ്ഡാധിപൻ അവരെ നെബൂഖദ്നേസറിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവ് അവരോട് സംസാരിച്ചാറെ അവരിലെല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസരിയാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു. രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തൻ്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടമെന്ന് കണ്ടു. ദാനിയേലോ കോരേശ് രാജാവിൻ്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു. ഇങ്ങനെ 1-ാം പാഠഭാഗം വായിച്ച് അവസാനിക്കുന്നു. God spoke all these words, saying, I am the Lord your God. You shall have no other gods before me. You shall not make for yourself a graven image or any likeness of anything that is in heaven above, or that is in the earth beneath,
or that is in the water under the earth. You shall not bow down to them or serve them. You shall not take the name of the Lord your God in vain. Remember the Sabbath day to keep it holy. 6 days you shall labor and do all your work, but the seventh day is a Sabbath to the Lord your God. Honor your father and your mother. You shall not kill. You shall not commit adultery. Shall not steal. You shall not bear false witness. You shall not covet. ഇന്നത്തേക്കുള്ള സങ്കീർത്തന ഭാഗം സങ്കീർത്തനങ്ങൾ 27 1 മുതൽ 14 വരെ. സാംസ് 27. സങ്കീർത്തനങ്ങൾ 27. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കൽ ഇടുവരും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിച്ചു. യഹോവയോട് മനോഹൃദയം കാണുവാൻ, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയോട് ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമറിയണമേ. എൻ്റെ മുഖം അന്വേഷിപ്പേൻ എന്നു ഞങ്ങൾക്ക് കൽപ്പന തന്നു. അബ്രഹാം പറയുന്നു, യഹോവ എൻ്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളെയും കർത്തൃത്തെയും എന്നോട് ഏൽപ്പിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദിയിൽ എപ്പോഴും എന്നേക്കുമുള്ള പ്രകടനം തന്നെ. ആമേൻ. ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള ദൈവവചനം കേട്ടുകൊള്ളുവിൻ. ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സസ് 9 to 16. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്തു പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്തു പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ടു ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്കു അവനു ഒരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പെട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കിവിട്ട ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസേ, എഴുന്നേറ്റു അറുത്തു തിന്നുക എന്നു ഒരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2-ാം പ്രാവശ്യവും അവനോടോ, ദൈവം ശുദ്ധീകരിച്ചതു നീ മലിനമെന്ന് വിചാരിക്കരുതു എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്കു വലിച്ചെടുത്തു. ഇവിടെ പാഠം അവസാനിച്ചു. Corinthians chapter 13 verses 1 to 13. Love. If I speak in the tongues of men and of angels, but have not love, I am only a resounding gong or a clanging cymbal. If I have the gift of prophecy
and can fathom all mysteries and all knowledge, and if I have a faith that can move mountains but have not love, I am nothing. If I give all I possess to the poor and surrender my body to the flames but have not love, I gain nothing. Love is patient, love is kind. It does not envy, it does not boast, it is not proud. It is not rude, it is not self-seeking, it is not easily angered. It keeps no record of wrongs. Love does not delight in evil, but rejoices with the truth. It always protects, always trusts, always hopes, always perseveres. Love never fails. But where there are prophecies, they will cease. Where there are tongues, they will be stilled. Where there is knowledge, it will pass away. For we know in part and we prophesy in part, but when perfection comes, the imperfect disappears. When I was a child, I talked like a child, I thought like a child, I reasoned like a child. When I became a man, I put childish ways behind me. Now we see but a poor reflection as in a mirror, then we shall see face to face. Now I know in part, then I shall know fully, even as I am fully known. And now these three remain, faith, hope, and love. But the greatest of these is love. I am an ant. I am found in the Bible in Proverbs 6 verse 6. God wants you to learn that be hardworking as we are. We collect food in the summer and rest in the winter. Like this, we all should be hardworking. And I am a rock badger. I am found in the Bible in Proverbs 30 verse 26. Rock badgers are not strong either, but they make their homes among the rocks. We are not strong, but God shelters us from the rocks. Like this, we are sheltered by God by many ways. And I am a locust. I am found in the Bible in Proverbs 30 verse 27. Locusts, they have no king, but they move in formation. We have no king, but we do our work as a team. God wants you to learn that never be selfish, be kind, and complete your work. And I am a lizard. I am found in the Bible in Proverbs 30 verse 28. Lizards, you can hold one in your hand, but find them in palaces. I am a small reptile. God wants you to learn that. Try your best to complete the work. Proverbs 30 verse 24 says, there are 4 animals that are small but very, very clever. So God wants you to learn that never be lazy. Complete your work. Be kind. Do your work as a team. And not to fight in the team. Do your work as a team. Listen to God and be a child of God. And remember the fruit of the Spirit that are love, joy, peace, patience, kindness, goodness, faithfulness, gentleness, and self-control. Remember these things and do as God says, and you will be called the child of God. Look at this spider. It's a fearless and courageous labor. It's careful and take good effort to work. It helps to protect the nature and won't give up. According to the Proverbs chapter 30 verses 28, a spider can be caught with the hand. Yet it is found in the king's palace. So, godly wisdom is impartial and sincere. ഇന്നത്തെ സുവിശേഷം മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 13 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം
13 മുതൽ 33 വരെയുള്ള വാക്യം. The Gospel according to Matthew, chapter 13:2. അതുകൊണ്ട് അവർ കണ്ടിട്ടും കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ഞാൻ ഉപമക്കളായി അവരോട് സംസാരിക്കുന്നു. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കുകയില്ല താനും, കണ്ണാൽ കാണും, ദർശിക്കുകയില്ല താനും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണു കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കുന്നു ഇരിക്കട്ടെ തന്നെ എന്ന് യെശയ്യാവ് പറഞ്ഞ പ്രവാചകത്തിനെ അവരിൽ നിവൃത്തി വരുന്നു. എന്നാൽ നിങ്ങളുടെ കണ്ണു കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവ. ഏറെ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊള്ളുവിൻ. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതെത്ര വഴിയിരിക്കെ വിതയ്ക്കപ്പെട്ടത്? പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തനെ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു. എങ്കിലും വേരില്ലാതിരിക്കയാൽ അവൻ ക്ഷണികനത്രേ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മുള്ളിനടിയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു. എങ്കിലും ഇരലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്കളനായി തീരുന്നതാകുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതോ ആകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തത്, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രുവെന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിനവൻ, ഇല്ല, പക്ഷേ കളപറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും, രണ്ടും കൂടെ കൊയ്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവനോട് മുമ്പേ കളപറച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിനെ കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തത്, സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ എടുത്ത് തന്റെ വയലിലിട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീരുന്നു. അവൻ മറ്റൊരു അവരോട് പറഞ്ഞത്, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ഇവിടെ സുവിശേഷ ഭാഗം അവസാനിക്കുന്നു. ഇന്നേക്കുള്ള പ്രത്യേക പ്രാർത്ഥനകൾ: ബർത്ത്ഡേസ് ഷൈല മോസസ് കെൽവിൻ, അർലിൻ ജേക്കബ്, ആശിഷ് KJ, ഷെറിൻ ആൽബർട്ട്. വെഡിങ് ആനിവേഴ്സറി ആൽബർട്ട് ദേവി ആൻഡ് നിമ്മി ആൽബർട്ട്. സ്പെഷ്യൽ പ്രേയേഴ്സ് മിസ്സിസ് റേച്ചൽ പതി, വിങ്കം മേൻഡർ, സോണി എബ്രഹാം. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവന്റെ ഇരിപ്പിടവും ജീവന്റെ ആധാരവുമായ ഞങ്ങളുടെ കർത്താവേ, ജീവൻ അങ്ങയിൽ നിന്നാണ് വരുന്നത്. ഒരു പുതിയ വർഷം ദൈവം ദാനം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ അവിടുത്തെ കൃപയും അനുഗ്രഹവും പാരയണമേ. പ്രവേശിക്കുന്ന പുതിയ വർഷം അനുഗ്രഹത്തിന്റെ വർഷമാക്കി തീർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ഒരു പുതിയ വർഷം കൂടെ ദൈവം ദാനം നൽകിയല്ലോ.
കർത്താവേ, അങ്ങാണ് സകല കുടുംബത്തിനും കാരണഭൂതൻ. അവിടുത്തെ സാന്നിധ്യോടത്തെ മക്കളുടെ മേൽ പകരണമേ എന്ന് ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന റേച്ചൽ പതിയാന്റെയും ബിങ്കമ്മേന്റെ സോണി എബ്രഹാമിനെയും ഞങ്ങൾ ഓർക്കുന്നു. തുടർന്ന് അവിടുത്തെ കൃപ അവിടുത്തെ മക്കളോടുകൂടി ഇരിക്കണമേ. രോഗത്തിലും ദുരിതത്തിലും, പ്രത്യേകിച്ച് കിടരോഗികളായും കഷ്ടപ്പാടിലും സാമ്പത്തിക തകർച്ചയിലും ബുദ്ധിമുട്ടിലും ഇരിക്കുന്നവരെ അങ്ങ് ആസ്വദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അവിടുത്തെ കൃപയും അനുഗ്രഹവും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഈ പകർച്ചവ്യാധിയിൽ നിന്ന് സമൂലമായി അങ്ങ് വിടുവിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. തിരുകൃപ ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ആദരവും ബഹുമാനമുള്ള റവറൻഡ് ഡോക്ടർ സത്യനാഥ് അച്ഛൻ, ബഹുമാനമുള്ള കമ്മിറ്റി അംഗങ്ങൾ, സ്നേഹമുള്ള ഇടവക സമൂഹമേ, നിങ്ങളെല്ലാവരോടും കൂടെ ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. അതോടൊപ്പം ഇങ്ങനെയൊരു അവസരം നൽകിയ ബഹുമാനമുള്ള പ്രിയച്ഛനോടും പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹവും ആദരവും ആദ്യമേ പ്രകാശിപ്പിക്കട്ടെ. വചന ധ്യാനത്തിനൊരുങ്ങുന്നതിന് മുൻപായി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്ത നല്ല ദൈവമേ, അങ്ങയുടെ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുക വഴി ഞങ്ങളും പുതിയ ജീവിതങ്ങൾക്ക് ഉടമകളായി തീരുവാൻ സഹായിക്കണമേ. വ്യത്യസ്ത വിശ്വാസങ്ങൾ നിറഞ്ഞ ആധുനിക സാമൂഹിക പരിസരങ്ങളിൽ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുവാനും ക്രിസ്തുവിൻ്റെ സാക്ഷ്യമുള്ളവരായി ജീവിക്കുവാനും ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ കൃപയിൽ അതിനായി ഞങ്ങളെ നിലനിർത്തണമേ. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ നടന്ന ദാരുണമായ ഒരു സംഭവം BBC റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അവിടെ ഒരു ഞായറാഴ്ച ദിവസം ഹോളി കമ്മ്യൂണിയൻ സർവീസിന് വേണ്ടി ഒരുമിച്ചുകൂടിയ വിശ്വാസ സമൂഹത്തെ മതഭ്രാന്തരായ ആളുകൾ ആക്രമിക്കുകയാണ്. ഈ ആക്രമണത്തിൽ ശുശ്രൂഷകനായ ജോഷുവ എന്ന പ്രിയ സഹോദരന് വാരിയല് പൊട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ കൈപ്പത്തി
അടർത്തി മാറ്റുവാനായിട്ട് അവര് ശ്രമിക്കുകയും ചെയ്യുകയാണ്. ദൈവനാമം ഉച്ചരിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയെ ജീവനോടെ ചുട്ടരിക്കുകയാണ്. പ്രാണരക്ഷാർത്ഥം ആയിരങ്ങളാണ് തായ്ലൻഡില് അഭയാർത്ഥികളായി എത്തിച്ചേർന്നത്. യുണൈറ്റഡ് നേഷൻസിന്റെ ഇടപെടൽ മങ്ങിയപ്പോൾ ഇല്ലീഗൽ ഇമിഗ്രേഷന്റെ ഭാഗമായിട്ട് അവര് തടവറയിൽ ആക്കപ്പെടുകയാണ്. നാണം മറയ്ക്കാൻ ഒരു തുണ്ട് തുണിക്ക് വേണ്ടി അവര് ആഗ്രഹിക്കുകയാണ്. വൃത്തിഹീനമായ ചുറ്റുപാട്, ശ്വാസം മുട്ടുന്ന അന്തരീക്ഷം, കാതടപ്പിക്കുന്ന ശബ്ദ മലിനീകരണം, കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥ, ഭാരമുള്ള ചങ്ങലകളാൽ കൈയും കാലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, വിശ്രമിക്കുവാനായിട്ട് കഴിയുന്നില്ല, ഉറങ്ങുവാനായിട്ട് കഴിയുന്നില്ല. ഈ സമയം അവരെല്ലാവരും ഒരുമിച്ച് കൂടി ജീവനുള്ള കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ ഇടയിലും സ്വന്തം കുഞ്ഞുങ്ങളെ കരങ്ങൾ കൂപ്പി ദൈവം മുമ്പാകെ യാചിക്കുവാനായിട്ട് അവര് പഠിപ്പിക്കുകയാണ്. അവിടെ വന്ന ഒരു ജേർണലിസ്റ്റ് ചോദിച്ചു, ഇത്രയും വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ആരോടെങ്കിലും വിദ്വേഷമുണ്ടോ? ഉടനെ അവര് പറയുകയാണ്, ക്രിസ്തുനാഥൻ ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളെ ഉപദ്രവിക്കുന്നവരെ ശപിക്കുന്നതിന് വേണ്ടിയല്ല, അവരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അവരെ അനുഗ്രഹിക്കുന്നതായിരിക്കുമെന്ന് അവര് സാക്ഷിക്കുകയാണ്. ഒരു യഥാർത്ഥ ക്രൈസ്തവന്റെ സാക്ഷ്യമാണ് ഈ അനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. ഇന്ന് തിരുസഭ ധ്യാനിക്കുന്ന വിഷയം ക്രിസ്ത്യൻ പ്രസൻസ് ഇൻ മൾട്ടി ഫെയ്ത്ത് സൊസൈറ്റി എന്നുള്ളതാണ്. അതായത് വ്യത്യസ്ത വിശ്വാസ സമൂഹങ്ങളിൽ, വിശ്വാസങ്ങൾ കൊണ്ട് നിറഞ്ഞ സമൂഹങ്ങളിൽ ക്രൈസ്തവ സാന്നിധ്യം എന്നുള്ളതാണ്. വിശ്വാസം എന്നതിന് മതതത്വങ്ങളിലോ മതത്തിലോ ദൈവത്തിലോ ഉള്ള ആശ്രയം എന്നൊക്കെ നമുക്ക് വിളിക്കാം. എന്നാൽ ആധുനികതയിൽ മതവിശ്വാസം, പ്രാർത്ഥനകൾ, ആചാര അനുഷ്ഠാനങ്ങൾ ശാസ്ത്രത്തിൻ്റെയോ യുക്തിയുടെയോ മുൻപിൽ അന്ധമാണ് എന്ന് വിലയിരുത്തുന്നവരും ചുരുക്കമല്ല. എന്നാൽ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഫെയ്ത്ത്, റിലീജിയൻ, സ്പിരിച്വാലിറ്റി ആൻഡ് സയൻസ് അത് ഒന്നിച്ച് സഞ്ചരിച്ച അനുഭവങ്ങളാണ് നമ്മൾ കണ്ടുമുട്ടുക. ഈ അനുഭവങ്ങളിൽ നിന്നാണ് ആധുനിക മെഡിക്കൽ സയൻസിന്റെ പിതാവായ ഡോക്ടർ വില്യം ഓസ്ലർ പറയുന്നത്, ജീവിതത്തിൽ വിശ്വാസത്തോളം വലുതായി അത്ഭുതകരമായി മറ്റൊന്നും തന്നെയില്ല. ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത്, ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്ന് വിശ്വാസമാണെന്ന് അദ്ദേഹം ശാസ്ത്രത്തിന്റെ കണ്ണുകളിലൂടെ ലോകത്തെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നു, വിശ്വാസം എന്ന് പറയുന്നത് എ ഗ്രേറ്റ് മൂവിങ് ഫോഴ്സ് ആണ്. ഏറ്റവും വലിയ ചലനാത്മകമായ ശക്തിയാണ് വിശ്വാസം. ഈ വിശ്വാസത്തെ അളക്കുവാനോ ലാബിൽ വെച്ച് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുവാനോ കഴിയത്തില്ല. കാരണം അത് ഏറ്റവും ഉന്നതമായ ദർശനമാണ്. ഈ വിശ്വാസത്തിന് ഒതന്റിസിറ്റി, ആധികാരികത കൈവരുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് അതിൻ്റെ മാനിഫെസ്റ്റേഷൻ, രണ്ട് അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി. ഒന്ന് മാനിഫെസ്റ്റേഷൻ അഥവാ പ്രത്യക്ഷത എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അവിടെ പറയുകയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ അവിടുത്തെ പുത്രനായ യേശു ദൈവത്തെ സ്വന്തം ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കൊലോസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ഈ ലോകത്തിന് വെളിപ്പെട്ടത് യേശുവിലൂടെയാണ്. വെളിപ്പെടൽ വിശ്വാസത്തിന്റെ ആധികാരികതയെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. രണ്ടാമത്തത് പ്രാക്ടിക്കാലിറ്റിയാണ്, അതായത് പ്രായോഗികത
എന്നുള്ളതാണ്. യേശുവിൻ്റെ കാലിത്തൊഴുത്തിലെ ജനനം മുതൽ കാൽവരിയോളം നീളുന്ന പ്രവർത്തന മേഖലകളൊന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ വൈരുദ്ധ്യങ്ങളില്ലാത്ത സ്നേഹാർദ്രമായ പ്രവർത്തനങ്ങളാണ് യേശുവിൽ നമ്മൾ കാണുക. ഇത് രണ്ടും പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, മതാന്ധത കൊണ്ടും അതുപോലെ മനസ്സുകൊണ്ടും ശത്രുത പുലർത്തുന്ന നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി തീർക്കുന്ന ഒന്നായി മാറുന്നു എന്ന്. അതായത് ദൈവത്തിന്റെ വിശുദ്ധിയുടെയും നിഷ്കളങ്കതയുടെയും പേരാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷം ആകാശത്തിന് കീഴിലുള്ള സകല സൃഷ്ടിയോടും പ്രഘോഷിക്കേണ്ടതിന്റെ അനുഭവത്തെ, ഉത്തരവാദിത്വത്തെയാണ് 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ടാകാം. അതായത് വ്യത്യസ്തത നിറഞ്ഞ ഒരു വിശ്വാസ സമൂഹത്തിൽ സുവിശേഷീകരണത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്, അതിന് എന്ത് സാധ്യതയാണുള്ളത്, അത് അനിവാര്യമാണോ എന്നുള്ളതാണ്. എന്നാൽ വാസ്തവത്തിൽ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് ഓരോ ക്രിസ്ത്യാനിയുടെയും അടിസ്ഥാനപരമായ ഉദ്ദേശ്യവും ലക്ഷ്യവും കടമയും അർത്ഥവുമാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. കാരണം ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള സ്വപ്നത്തിന്റെ പേരാണ്, മാനവികതയുടെ പേരാണ് സുവിശേഷം എന്നുള്ളത്. ആ സുവിശേഷം പ്രഘോഷിക്കുവാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. സുവിശേഷം മതപരിവർത്തനത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് മനുഷ്യന്റെ ആന്തരികവും ബാഹ്യവുമായ നവീകരണത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് വചനം ജഡമായി തീർന്നതുപോലെ, വേർഡ് ബിഗെയിം ഫ്ലഷ് ആയി മാറിയതുപോലെ വചനം, വേർഡ് ഡീഡായി മാറണം. നമ്മിലുള്ള വചനം പ്രവൃത്തിയായി മാറുമ്പോഴാണ് സുവിശേഷത്തിന് സമകാലികമായ പ്രസക്തി ഏറുന്നത്. വ്യത്യസ്തമായ വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നമുക്ക് നമ്മുടെ സാന്നിധ്യം പങ്കുവയ്ക്കാനുള്ളതിന്റെ ഒരു ഉപമയാണ് മത്തായി സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പങ്കുവയ്ക്കുന്നത്. അവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു നല്ല പ്രതീകമാണ് മസ്റ്റർഡ് സീഡ് എന്നുള്ളത്, അതായത് കടുകുമണി എന്നുള്ളത്. ഇതിനെക്കുറിച്ച് 2 ചിന്തകൾ ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് തുടങ്ങാം. കടുകുമണിയുടെ ഒന്നാമത്തെ പ്രത്യേകത ഇറ്റ്സ് സ്മോൾനെസ് എന്നുള്ളതാണ്. അതായത് അതിന്റെ ചെറുതായിരിക്കുന്ന അവസ്ഥ, എളിമ, ആർഭാടമില്ലാത്ത അവസ്ഥ എന്നുള്ളതാണ്. യഹൂദന്മാരുടെ തൽമൂദ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെ അവര് ഏറ്റവും ചെറിയ ഒരു ആശയത്തെ പങ്കുവെക്കുവാനായിട്ട് കടുകുമണിയുടെ ഉപമയാണ് അവര് എടുക്കാറുള്ളത്. മാത്രമല്ല കടുകുമണിയെക്കുറിച്ചുള്ള പഴഞ്ചൊല്ലുകള് യഹൂദന്മാരുടെ ഇടയിൽ സർവ്വസാധാരണമാണ്. ഈ സർവ്വസാധാരണമായ പദപ്രയോഗമാണ് ക്രിസ്തു ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി പങ്കുവെക്കുന്നത്. ഇവിടെ കടുകുമണി എന്നത് ഒരു ഉപമയെങ്കിലും അത് വിശ്വാസികളോട് ഉപമിക്കുന്നതിനേക്കാൾ, സഭയോട് ഉപമിക്കുന്നതിനേക്കാൾ അത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ക്രിസ്തുവിനോട് ഉപമിക്കുന്നതിലാണ്. കാരണം ഒരു കടുകുമണിയോളം, ഒരു വിത്തിനോളം, ഭൂമിയോളം ചെറുതായി ഉന്നതനായ ദൈവം എന്നുള്ളതാണ് ഈ വചനത്തിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അതായത് ആകാശത്തോളം വിണ്ണോളം ഉന്നതനായിരുന്ന ദൈവം തമ്പുരാൻ മണ്ണോളം ചെറുതായിത്തീരുന്ന, ഇല്ലാതായിത്തീരുന്ന, സ്വയം പരിത്യാഗം ചെയ്യുന്ന ജീവിതാനുഭവമാണ് ഇവിടെ നമ്മൾ കാണുക. യേശുവിന്റെ കൊച്ചു ജീവൻ നൽകി ലോകത്തിന്റെ സർവ്വജീവനെയും വീണ്ടെടുക്കുന്ന ചിത്രം ഇവിടെ തിരിച്ചറിയുകയാണ്. അതായത് ഒരു വിത്ത് മുറിപ്പെട്ടില്ലെങ്കിൽ, വിഭജിക്കപ്പെട്ടില്ലെങ്കിൽ ആ വിത്തിന് വളർച്ചയില്ല, ജീവന്റെ സാധ്യത അവിടെ മങ്ങിപ്പോവുകയാണ്. ക്രിസ്തുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു കൊച്ചു തുടക്കത്തിൽ നിന്നാണ് ആരംഭിക്കുക, കൊച്ചു മനുഷ്യരിൽ നിന്നാണ് ആരംഭിക്കുക, സാധാരണക്കാരിൽ നിന്നാണ് ക്രിസ്തു ആരംഭിക്കുക. അങ്ങനെ ആരംഭിച്ച ആ ചെറിയ തുടക്കങ്ങളെല്ലാം പടർന്ന് പന്തലിച്ച് ഇന്നും ലോകത്തിൽ സജീവമായിരിക്കുന്ന ദൈവസാന്നിധ്യമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ബാബേൽ ഗോപുരത്തെ നമ്മൾ നോക്കുക, അവരുടെ തുടക്കം വളരെ വലുതായിരുന്നു. ആകാശത്തോളം ഉന്നതമായ അവരുടെ അഹന്ത കൊണ്ടും സ്വാർത്ഥത കൊണ്ടും ബാബേൽ ഗോപുരം അവർ പണിതുയർത്തി. പക്ഷേ അത് തകർന്ന് തരിപ്പണമായി തീരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. എളിമയോടെ, താഴ്മയോടെ നമ്മൾ പണിയുന്നതാണ് എല്ലാ കാലത്തും നിലനിൽക്കുന്നത്. ഒരു കടുകുമണിയോളം, ക്രിസ്തുവിനോളം, ക്രൂശിലെ സഹനത്തോളം താഴുവാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് ഈ ലോകത്തിൽ
നമ്മുടെ ക്രൈസ്തവ സാന്നിധ്യം നമുക്ക് അറിയിക്കുവാനായിട്ട് കഴിയുക. മനോഹരമായ ഒരു പാട്ടുണ്ട്. ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. നമ്മൾ ചിന്തിക്കും ഒരു വിത്തായി തീരുക, കടുകുമണിയായി തീരുക എന്ന് പറയുന്നത് അത് വളരെ പ്രാധാന്യമൊന്നുമില്ലല്ലോ, ഇൻസിഗ്നിഫിക്കന്റ് ആണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാം. പക്ഷെ വിത്ത് വളരെ ശക്തമാണ്. വിത്തിന്റെ ഉള്ളിൽ ജീവനുണ്ട്, സത്തയുണ്ട്. വിത്തിന്റെ ഉള്ളിൽ വൃക്ഷമുണ്ട്, ഫലങ്ങളുണ്ട്, സുഗന്ധമുണ്ട്, നിറങ്ങളുണ്ട്. അത് കാണുവാനുള്ള ആന്തരികമായ ദർശനമാണ് നമുക്ക് ഈ കാലങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് എക്സ്പാൻസിവ്നെസ് എന്നുള്ളതാണ്. അതായത് വിശാലത, വിശാല ഹൃദയത്വം, മഹാമനസ്കത എന്നൊക്കെ ഈ പദത്തിന് നമുക്ക് അർത്ഥം കൊടുക്കാം. 32 വാക്യത്തിലെ ക്രിസ്തുനാഥൻ പറയുകയാണ്, കടുകുമണി എല്ലാ വിത്തിലും ചെറുതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിക്കുവാൻ തക്കവണ്ണം അത് വൃക്ഷമായി, വലിയ വൃക്ഷമായി അത് മാറുകയാണ്. ഈ വൃക്ഷം പല പ്രത്യേകതകളുണ്ട്. അത് തണലായി മാറുന്ന വൃക്ഷമാണ്. അതുകൊണ്ട് ഏത് മതവിശ്വാസത്തിൽപ്പെട്ട ആളുകൾക്കും ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ സ്ഥലമുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. രണ്ടാമത്തത്, അത് ഒരു ആശ്വാസമാണ്. അത് യോർദാന്റെ നദിക്കരയിലായാലും അത് താഴ്വരകളിലായാലും പലസ്തീനിന്റെ പ്രാന്തപ്രദേശങ്ങളിലായിരുന്നാലും വഴിയാത്രക്കാർക്ക് ആശ്വാസമേകുന്ന, കുളിർക്കാറ്റേകുന്ന അനുഭവതലം ആ വൃക്ഷത്തിനുണ്ട്. അത് അട്രാക്ഷനാണ്, ആകർഷണമാണ്. അതായത് അതിന്റെ വിടർന്ന ശിഖരങ്ങളും അതിന്റെ പച്ചപ്പും ഒരു കൂടാരം കണക്കെ, ഒരു ഭവനം കണക്കെ, ഒരു സങ്കേതം കണക്കെ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട്. അവിടെ എല്ലാവർക്കും ഇടം കൊടുക്കുകയാണ്. കൂടാതെ നമ്മൾ കാണുന്നത് വലിയൊരു പ്രൊട്ടക്ഷൻ അത് കൊടുക്കുന്നുണ്ട്. കാരണം മനുഷ്യനും മാത്രമല്ല, കുറുനരികൾക്കും ആകാശത്തിലെ പറവകൾക്കും ഭവനമില്ലാത്തവർക്കും ആശ്രയമില്ലാത്തവർക്കും ആശ്രയമായി തീരുന്ന വലിയൊരു തണലും വലിയൊരു സംരക്ഷണവും ആശ്വാസവും എല്ലാം അവിടെ, തണുപ്പുമെല്ലാം നമ്മൾ ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കും, ഈ വൃക്ഷം എല്ലാ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ പെട്ടവർക്കും ജീവജാലങ്ങൾക്കും ഇടം കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ എന്താണ് ഈ വൃക്ഷത്തിന്റെ പ്രത്യേകത? അതായത് ഇടം കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പദമാണ്, നിസാരമല്ല. അത് ഭൗമികമായൊരു പദമാണ്, ഇടം കൊടുക്കുക എന്നുള്ളത്. യേശുവിന്റെ തിരുജനനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജോസഫ് പിതാവിനും മറിയം മാതാവിനും സത്രത്തിൽ ഇടം കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഇടം കിട്ടാത്ത അവസ്ഥ മനുഷ്യന്റെ വേദനയാണ്, മനുഷ്യന്റെ ദുഃഖമാണ്, മനുഷ്യന്റെ ഏകാന്തതയാണ് വെളിപ്പെടുത്തുക. എന്നാൽ ഇടം എന്ന് പറയുന്ന പദം ഭൗമികമാണെങ്കിലും അതിന് ആകാശത്തോളം ഉന്നതമായ അർത്ഥതലങ്ങളുണ്ട് എന്ന് ഗലീലിയയും ഐസക് ന്യൂട്ടനും അതുപോലെ ദെക്കാർത്തേയും തുടങ്ങിയ ചിന്തകര് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? കാരണം ദൈവത്തിന്റെ ഹൃദയ വിശാലതയുടെ പേരാണ് സുവിശേഷം. ആകാശത്തോളം ഉന്നതമായിരിക്കുന്ന ഇടം കൊടുത്ത് എല്ലാവരെയും മാറോട് ചേർത്ത് പിടിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഇവിടെ നമ്മൾ കാണുക. അതായത് കടുകുമണി എന്ന് പറയുന്ന വിത്തിൽ നിന്ന് വലിയൊരു വൃക്ഷം അവിടെ രൂപപ്പെടുന്നു. ആ വൃക്ഷം തണലായി, സംരക്ഷണമായി, ആശ്വാസമായി മാറുന്നു. എന്നാൽ അതിന്റെ പിന്നിൽ ഒരു ജീവന്റെ വൃക്ഷമുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ആ ജീവവൃക്ഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ സ്നേഹത്തിന്റെ, ആ വൃക്ഷത്തിന്റെ തണലിലേക്കാണ് ക്രിസ്തു നമ്മെ വിളിക്കുന്നത്. വെളിപാട് പുസ്തകം 22 അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കാണുന്നുണ്ട്, ആ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ ചേർക്കപ്പെട്ടവർക്ക് രോഗശാന്തിയുണ്ട്, അവർക്ക് സൗഖ്യമുണ്ട്, അവർക്ക് വെളിച്ചമുണ്ട്, അവർക്ക് ആരാധനയുണ്ട്, അവർക്ക് പരിശുദ്ധനായ ദൈവവുമായിട്ടുള്ള സംസർഗമുണ്ട്, കൂട്ടായ്മയുണ്ട്. അവർക്ക് ദൈവം തന്നെ അവരുടെ പ്രകാശമായും സർവവുമായും കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുന്ന ഒരു വലിയ പ്രത്യേകത ഈ ജീവവൃക്ഷത്തിനുണ്ട്. ആ ജീവവൃക്ഷത്തിന്റെ തണലിലേക്ക് ചേക്കേറുവാൻ നമുക്ക് കഴിയണം. നമുക്ക് മാത്രമല്ല, മറ്റുള്ളവരെ കൂടി ആ സ്നേഹത്തിന്റെ തണലിലേക്ക് ക്ഷണിക്കുവാനുള്ള ദൗത്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അങ്ങനെയുള്ള ദൗത്യം ഈ കാലങ്ങളിൽ നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് കഴിയണം. പോൾ മിക്കിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതായത് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം നാഗാസാക്കിയിൽ വെച്ച് തൂക്കിലേറ്റപ്പെട്ട ഒരു മനുഷ്യനാണ്.
അദ്ദേഹത്തിന്റെ പിതാവ് പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു ജപ്പാനിലെ. പക്ഷെ ഇദ്ദേഹം സുവിശേഷം അറിയുന്നു, സുവിശേഷം പ്രഘോഷിക്കുന്നു. അതിന്റെ പേരിൽ അദ്ദേഹത്തെ തൂക്കിലേറ്റുകയാണ്. മാരകമായ വേദനകളും നൊമ്പരങ്ങളും മുറിവുകളൊക്കെ അദ്ദേഹം അനുഭവിക്കുമ്പോഴും അദ്ദേഹം ആ തൂക്കിലേറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, അതായത് ഞാന് ഒരു ദ്രോഹവും ആർക്കും ചെയ്തിട്ടില്ല. ക്രിസ്തുവിന്റെ വിശ്വാസത്തിന്റെ വെളിച്ചം ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു നൽകിയിട്ടേ ഉള്ളൂ. അതിന്റെ പേരിലാണ് ഇവരെന്നെ ക്രൂശിക്കുന്നത്. അതുകൊണ്ട് ദൈവമേ, എൻ്റെ രക്തം ഭൂമിയിൽ വീഴുമ്പോൾ അത് അനുഗ്രഹം മഴയായി അവരുടെ മേൽ ചൊരിയുവാൻ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ രക്തം, എൻ്റെ വേദനയുടെ, എൻ്റെ നൊമ്പരത്തിന്റെ, സഹനങ്ങളുടെ രക്തം ഈ ഭൂമിയിൽ വീഴുമ്പോൾ അത് അനുഗ്രഹത്തിന്റെ പേമാരിയായി അവരുടെ മേൽ അത് വീഴണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയാണ്. ക്രൈസ്തവ വിശ്വാസം അതാണ്. മെഴുകുതിരിയെ പോലെ വേദനിച്ചുരുകി വെളിച്ചം പകർന്ന് സ്വയം ഇല്ലാതായി തീർന്ന് ദൈവത്തിന്റെ അനുഭവങ്ങളിൽ ഒന്നായിത്തീരുന്ന സാക്ഷ്യമാണ് ക്രൈസ്തവ ജീവിതം. ആ അനുഭവം നമ്മിലും രൂപപ്പെടുവാൻ, നമ്മുടെ ചുറ്റുപാടുകളിൽ രൂപപ്പെടുവാൻ ഈ കാലങ്ങളിൽ സഹായിക്കട്ടെ. ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, നീ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഏറ്റവും ഭംഗിയായി ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഏത് സമൂഹത്തിന്റെ മധ്യയാണ് നീ ഞങ്ങളെ നിയമിച്ചിട്ടുള്ളത്, അവിടെ വിളക്കായി ശോഭിക്കുവാൻ, നിന്റെ സാക്ഷികളായി നിലനിൽപ്പാൻ ഞങ്ങളെ നീ ഇടയാക്കണമേ. വലിമയുള്ളവരായിട്ടല്ല, ചെറുതായി ജീവിക്കുന്നവരായി തീരുവാൻ, എളിമയുള്ളവരായി ജീവിക്കുന്നവരായി തീരുവാൻ, അതോടൊപ്പം കർത്താവെ ആകാശത്തോളം ഉന്നതമായ ഹൃദയ വിശാലതയുടെ ഉടമകളായി തീരുവാൻ ദൈവമേ ഞങ്ങളെ നീ ഇടയാക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ കർത്താവെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ, ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയയിൽ ഉൽപ്പാദിക്കപ്പെട്ടു ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തെ നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങേക്ക് ധൂപമായും സന്ധ്യായാഗമായും തീരണമേ. ഞങ്ങളുടെ പാപങ്ങളും ദോഷങ്ങളും അടിയങ്ങളോട് കണക്കിടരുതേ. തിരുസന്നിധിയിൽ ഞങ്ങളുടെ പ്രാർത്ഥന എത്തുന്നതിന് തടസ്സമാവുകയും അരുതേ. ഓരോ നിമിഷവും അങ്ങയുടെ ദയയിൽ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തെ ആകമാനം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുദിനം ഉയർന്നുകൊണ്ടിരിക്കുന്ന കൊറോണയുടെ ദുരിതത്തിലായിരിക്കുന്നവർക്ക് നിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം നൽകണമേ. ആരോഗ്യരംഗത്തും മറ്റു പ്രവൃത്തി മേഖലകളിലും ആയിരിക്കുന്നവരെ കാത്തു സൂക്ഷിക്കണമേ. മറ്റു രോഗങ്ങളാൽ ശാരീരികമായും മാനസികമായും വിഷമതകൾ അനുഭവിക്കുന്നവരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. പതിയാന്റിയെ പ്രത്യേകം ഓർക്കുന്നു. പൂർണ്ണ സൗഖ്യം പ്രാപിച്ച ഭവനത്തിൽ മടങ്ങിയെത്തുവാൻ അങ്ങ് സഹായിക്കണമേ. മിസ്റ്റർ സോണി എബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗ്രേസ് ആന്റി, നിമ്മു ആന്റി, ഷെറിന്റെ ഫാദർ, ലിൻസിയുടെ ഫാദർ, നിമ്മിയുടെ ഫാദർ, ഇവരെയൊക്കെയും ഓർക്കുന്നു. ഇത്രത്തോളം വഴി നടത്തുന്നതിനായി നന്ദി പറയുന്നു. ശുശ്രൂഷിക്കുന്ന കരങ്ങളെയൊക്കെയും അങ്ങ് ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ സഭയെ ഓർക്കുന്നു. അച്ഛനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മെമ്പേഴ്സിനെയും പേരുപേരായി കുടുംബങ്ങളായി ഓർക്കുന്നു. ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ അങ്ങ് തുണയായിരിക്കണമേ. സഭയുടെ ഭാഗമായ ചർച്ച് ക്വയർ, വിമൻസ് ഫെലോഷിപ്പ്, യൂത്ത് ഫെലോഷിപ്പ്, സൺഡേ സ്കൂൾ, ചർച്ച് കമ്മിറ്റി, ബിൽഡിംഗ് കമ്മിറ്റി എന്നിവയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പള്ളിയുടെ കൺസ്ട്രക്ഷൻസ് തടസ്സമില്ലാതെ മുമ്പോട്ട് പോകുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ആരാധന ഇത്രത്തോളം സാധ്യമാക്കി തീർക്കാൻ പ്രവർത്തിക്കുന്ന എല്ലാ കരങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം.
ഓൺലൈൻ ക്ലാസ്സസിൽ ബുദ്ധിമുട്ട് നേരിടുന്നവരെ ഓർക്കാം. ജോലിഭാരം അനുഭവിക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ, ജോലി നഷ്ടമായവർ എന്നിവരെയൊക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കൃപ നീ അവരിൽ ചൊരിയുമാറാക്കണമേ. ഞങ്ങളുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ഓർക്കുന്നു. ഭവനത്തിൽ നിന്ന് അകലെയായിരിക്കുന്നവരെയും അങ്ങയുടെ കരുതലിൽ കാക്കണമേ. ഡിപ്രഷൻ, ആങ്സൈറ്റി പ്രോബ്ലം എന്നിവയിൽ കൂടി കടന്നു പോകുന്നവരെ ഓർക്കാം. ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന പിതാവേ, ഓരോരുത്തർക്കും വേണ്ടുന്ന സമാധാനം അങ്ങ് പകർന്നു കൊടുക്കണമേ. വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. വരാമാകുന്ന എല്ലാ ആപത്ത് അപകടങ്ങളിൽ നിന്നും ഏവരെയും കാത്തു പരിപാലിച്ചു കൊള്ളണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരീ സഹോദരങ്ങൾ, ബന്ധുജനങ്ങൾ ഏവരെയും ആയിരിക്കുന്ന ഇടങ്ങളിൽ കാത്തു സൂക്ഷിക്കണമേ. താഴെയുള്ള ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് പ്രതിവാക്യമായി ചൊല്ലണം. കർത്താവെ കരുണയുണ്ടാകണമേ. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ കരുണയുണ്ടാകണമേ. ലോക സമാധാനത്തിനു വേണ്ടിയും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിനു വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിനു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ കരുണയുണ്ടാകണമേ. സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും വിശേഷാൽ നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരേന്ത്യാ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മാർത്തോമ സഭയുടെ മെത്രാപോലീത്തായ്ക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ കരുണയുണ്ടാകണമേ. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ കരുണയുണ്ടാകണമേ. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ കരുണയുണ്ടാകണമേ. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ കരുണയുണ്ടാകണമേ. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സദ്ഗുണങ്ങൾ ഘോഷിക്കുവാൻ നമുക്ക് വേണ്ടിയും ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ കരുണയുണ്ടാകണമേ. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭൃത്യരോടും കൂടെ തന്റെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ കരുണയുണ്ടാകണമേ. സകല ജ്ഞാനത്തിന്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിലുള്ള ഞങ്ങളുടെ അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിക്കുവാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സലിവുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. General Thanksgiving. Almighty God, Father of all mercies, we thine unworthy servants do give thee most humble and hearty thanks for all thy goodness and loving kindness to us and to all men. We bless thee for our creation, preservation, and all the blessings of this life, but above all, for thine inestimable love in the redemption of the world by our Lord Jesus Christ, for the means of grace and for the hope of glory. And we beseech thee, give us that due sense of all thy mercies, that our hearts may be unfeignedly thankful, and that we show forth thy grace, not only with our lips, but in our lives, by giving up ourselves to thy service, and by walking before thee in holiness and righteousness all our days, through Jesus Christ our Lord, to whom with thee and the Holy Spirit be all honor and glory, world without end. Amen. Glory be to God. Warm welcome to one and all in the precious name of our Lord and Savior Jesus Christ. It's my pleasure to inform you that our beloved Bishop and the diocese are working towards having all churches opened and functioning as normal. Detailed information will follow through in due course. The civil area chairman has also expressed his gratitude for the contributions received from our church
towards the relief work of COVID-19. With the money we had donated, they were able to provide food for 400 people during the lockdown. Mr. John Cherian has also expressed his interest in giving away his domestic produce like coconut oil and homegrown fruits and vegetables, and he is intending to donate the proceeds from the sale to our church building project. This information was earlier flashed via WhatsApp and SMS. Do let me know your interest levels so that the harvesting and the delivery of the same can be arranged. Thank you, Achan, the choir team, choir master, for helping us with this worship. Thank you, one and all. God bless us. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. സമാധാനത്തോടുകൂടി ആശീർവാദം കൈക്കൊള്ളുകയും ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഇടയിലുണ്ടായി നാം എല്ലാവരോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Notum